പ്രാപ്തിയാക്കിയ മാതാവിനോടും കർത്താവിനോടും ഞാൻ 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ പേര് ജസൻ, ഞാനൊരു ഡോക്ടറാണ്. ഞാൻ എൻ്റെ MBBS പഠനം പൂർത്തിയാക്കിയത് യുക്രൈനിൽ നിന്നാണ്. എൻ്റെ ഫൈനൽ ഇയർ സമയത്താണ് അവിടെ യുദ്ധം നടന്നത്. യുദ്ധം കാരണത്താൽ എനിക്ക് അവസാനത്തെ എൻ്റെ കുറച്ച് നാളുകൾ എനിക്ക് നാട്ടിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നത്. അതിനെ തുടർന്ന് എനിക്ക് ഇവിടെ വന്ന് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്, അതായത് ഞാൻ പുറത്തുനിന്ന് പഠിച്ച് വന്നതുകൊണ്ട് ഇന്ത്യയിൽ എനിക്ക് ലൈസൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ ഒരു എക്സാം എഴുതേണ്ടി വന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ എക്സാം ഞാൻ അധികം ബുദ്ധിമുട്ടില്ലാണ്ട് പാസ്സാവുകയും ഇന്ത്യയിലെ തന്നെ ടോപ്പ് 10 റാങ്കിൽ ഉൾപ്പെടാൻ പെടുകയും ചെയ്തു. അങ്ങനെ എനിക്ക് മെറിറ്റിൽ ഡൽഹി മെഡിക്കൽ കൗൺസിൽ ഒരു സീറ്റ് എനിക്ക് വേണ്ടിയിട്ട് തന്നു. അതിനെ തുടർന്ന് ഇന്ത്യയിലെ ഗവൺമെൻറ് പുതിയൊരു നിയമം പാസ്സാക്കുകയും യുക്രൈനിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികൾക്ക് 2 വർഷം ഹൗസ് സർജൻസി ചെയ്യണമെന്നുള്ളൊരു നിയമം പുറത്തുവിട്ടു. 1 വർഷം കംപ്ലീറ്റ് ചെയ്തു. അതിനെ തുടർന്ന് നല്ല ഒരു മാനസിക സ്ട്രെസ്സ് കാരണമായിരുന്നു. കാരണം 1 വർഷം ചെയ്തത് തന്നെ ഒന്നുകൂടെ ചെയ്യണം. ബാക്കി നമ്മുടെ കൂടെ ഉള്ള പഠിച്ചിറങ്ങിയ ആൾക്കാരെല്ലാം പഠിച്ചു, വയസ്സ് ഇത്രയായി. അപ്പോൾ അതിനെ തുടർന്നുള്ള നല്ലൊരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വിഷമിച്ചു. എൻ്റെ അമ്മയും അച്ഛൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് പറഞ്ഞു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് 1, 2024 കൃപാസനം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു. ഉടമ്പടി പ്രകാരം എൻ്റെ അമ്മ എന്നും എനിക്ക് വേണ്ടിയിട്ട് രാവിലെയും വൈകിട്ടും, അതോടൊപ്പം തന്നെ എനിക്ക് അമ്മ വാട്സപ്പിൽ അയക്കുമായിരുന്നു ഫോട്ടോ പ്രാർത്ഥനയുടെ. അപ്പം ഞാനും അമ്മയും മാറി മാറി വീട്ടിലും ഡൽഹിയിലുമായിട്ട് രാവിലെയും വൈകിട്ടും മാതാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് തിരികൾ കത്തിച്ചു. പാവപ്പെട്ടവരെ ഞങ്ങളാൽ കഴിയുന്നതാൽ പാവപ്പെട്ടവരെ ഞങ്ങൾ സഹായിക്കുകയും മാതാവിനോട് ഡെയിലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അനുഗ്രഹീത ബലത്താൽ ഒക്ടോബർ 16 എനിക്ക് എൻ്റെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ ലൈസൻസ് ലഭിക്കുകയും അതിനെ തുടർന്ന് എനിക്ക് നല്ലൊരു സ്ഥാപനത്തിൽ നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു. എല്ലാവരും പറഞ്ഞു നടക്കത്തില്ല, 2 വർഷം ചെയ്യേണ്ടി വരും, ഒരു കാരണവശാലും നടക്കത്തില്ല എന്ന് മുദ്ര കുത്തിക്കളഞ്ഞൊരു കാര്യമായിരുന്നു. 1 വർഷത്താൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കിത് കിട്ടി. അപ്പോൾ തുടർന്നുള്ള കാര്യങ്ങളും മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ കൃപാസനം മാതാവിനോടും എൻ്റെ അമ്മയോടും അച്ഛനോടും എല്ലാവരോടും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ എന്നും എൻ്റെ മാതാവിന് കടപ്പെട്ടുള്ളതായിരിക്കും. താങ്ക് യു. പുറപ്പാടിൻ്റെ പുസ്തകം 34:10. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തിലൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ഡോക്ടർ ജോസിൻ എന്ന ഈ മകൾ